ഹലോ മക്കൾസ്, എടാ നമ്മളെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ദ സ്ട്രക്ചറൽ ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഇത് ആരെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്? ഇത് DNA നിന്നും വേറൊരു DNA ഉണ്ടാവുന്ന പ്രോസസ് അല്ലേ? ഇവിടെ 3' 5' കണ്ടു. അപ്പൊ ഇന്ന് 5' 3' ഉണ്ടായി തുടങ്ങുകയാണ്. ഇവിടെ 3' 5' അടുത്ത 5' 3' അല്ലെ? അപ്പൊ പുതിയ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാവുകയാണ്. സോ DNA നിന്നും DNA ഉണ്ടാവുന്ന പ്രോസസ് അല്ലേ ഇത്? ഇപ്പൊ DNA നിന്നും അതിന്റെ കോപ്പിംഗ് ഡോട്ടർ DNAs ഉണ്ടാവുകയാണ്. ആ പാരന്റ് DNA ഡോട്ടർ DNAs ഉണ്ടാവുമല്ലേ? അതിനെ നമ്മൾ എന്താ വിളിക്കുക? DNA റെപ്ലിക്കേഷൻ എന്നല്ലേ വിളിക്കുക. സോ ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർ DNA റെപ്ലിക്കേഷൻ ആണ്. അതല്ലേ DNA റെപ്ലിക്കേഷൻ? DNA നിന്നും DNA ഉണ്ടാവുന്നതിനെയല്ലേ നമ്മൾ DNA റെപ്ലിക്കേഷൻ എന്ന് വിളിക്കാം. സോ ഇതിൽ സഹായിക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കല്. രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഈ DNA റെപ്ലിക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസിന്റെ രണ്ട് എൻസൈമിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്ന് നമുക്ക് പറയാം, DNA നിന്നും DNA ഉണ്ടാവാൻ സഹായിക്കുന്നത് ആരാണ്? DNA പോളിമറൈസ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ എൻസൈം നമുക്ക് DNA പോളിമറൈസ് കിട്ടി. DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് വിളിച്ചൂടെ? കാരണം DNA എന്നല്ലേ DNA ഉണ്ടാവുന്നത്. രണ്ടാമത്തെ എൻസൈം, രണ്ടാമത്തെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് അല്ലേ? അവിടെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഒക്കെ അതിനെ വിളിക്കാറുണ്ട്. ആ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിന് അവസാനം കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈമും കൂടി ഉണ്ടല്ലോ. ആ കൂട്ടി യോജിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ലിഗേസ് എന്നല്ലേ പറയാ. ആ എൻസൈമിനെ നമ്മള് ലിഗേസ് എന്നല്ലേ പറയാ. സോ രണ്ട് എൻസൈമിന്റെ പേര് DNA റിപ്ലിക്കേഷന് സഹായിക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് DNA പോളിമറൈസ് പറയാം, അല്ലെ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് പറയാം. രണ്ടാമത്തെ നോട്ട് ചെയ്തോളൂ, ഏതാണ്? DNA ലിഗേസ് പറയാം. ഇനി ഇവിടെ അൺബൈൻഡിങ്ങിനൊക്കെ സഹായിക്കുന്ന, അൺസിപ്പിങ്ങിന് സെപ്പറേഷൻ സഹായിക്കുന്ന എൻസൈം ഒക്കെ കേട്ടോ. ഹെലിക്കേസ് ആണ് പറയുക DNA അല്ലെ? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. പിന്നെ RNA പ്രൈമേസ് ഒക്കെ ഉണ്ട്. പക്ഷെ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് DNA പോളിമറൈസും ലിഗേസുമാണ് എന്റെ മക്കള് മനസ്സിലാക്കി വെക്കേണ്ടത്. സെറ്റ് അല്ലേടാ? സോ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് മൈ ഗേൾസ്. ബൈ ബൈ.